തെളിവ് വന്നു കഴിഞ്ഞാൽ I will be the first person planet say, oh, there is God. He is working for me. But I need evidence. അത് സാറിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ് ആ ഒരു ഫീൽ അതൊന്ന് ഫീൽ ചെയ്യാനായിട്ട്. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? നമ്മള് ഫാരക്സ് ഫോർ എക്സാമ്പിൾ, that's the time you give Pharax to your babies. And now നിങ്ങൾ പറയുക Pharax is wonderful. 40 വയസ്സ് 30 വയസ്സൊക്കെ ആയിട്ട് നിങ്ങൾ ഇനിയും ഫാരക്സ് തന്നെ കഴിച്ചുകൊണ്ടിരുന്നാൽ അത് നിങ്ങൾക്കെതിരെയുള്ള ഒരു കുറ്റപത്രമായിട്ട് മാത്രമേ ആളുകൾ കാണുള്ളൂ. നമ്മുടെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ചില വിഷയങ്ങൾ വരുമ്പോൾ സാർ പെട്ടെന്ന് അതിനെക്കുറിച്ചൊരു ബുക്ക് എഴുതുന്നു എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നീട് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് എന്ത് തന്നെ ഒരു ടോപ്പിക്ക് തന്നാലും അതിനെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് താങ്കൾ. മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ ദൈവം, പ്രേതം, ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതെല്ലാം ഒറ്റ സാധനം. ജ്യോതിഷം ഫോർ എക്സാമ്പിൾ. അത്രക്കായല്ലേ? അപ്പം സാറിന്റെ അഭിപ്രായത്തിൽ അപ്പൊ ജ്യോതിഷം അല്ലെങ്കിൽ ആ ഒരു സയൻസ് എന്ന് പറഞ്ഞത് അത് ആക്ച്വൽ ആണോ, ട്രൂ ആണോ? നമുക്ക് സാറിന്റെ അഭിപ്രായത്തിൽ എന്താണത്? ആക്ച്വലി ഇതൊരു പാരഡിയാണ്. ഈ ജ്യോതിഷം എന്ന് പറയുന്ന ഒരു പാരഡിയാണ് ബേസിക്കലി. അത് നീ എന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് കുത്തിയതല്ല? അല്ല, ഡയറക്റ്റ് ആയിട്ട് കുത്തിയതാ. സയൻസുമായിട്ട് ഒരു ബന്ധമില്ല. എന്റെ കുട്ടി ശാസ്താവേ, എന്നെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കല്ലേ. ജ്യോതിഷവും സയൻസും തമ്മിൽ ബന്ധമില്ലെന്നാണോ സാർ പറയുന്നത്? ഞാൻ വിശ്വസിക്കില്ല. എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റില്ല. ചോദ്യങ്ങൾ ചോദിക്കൂ, സന്തോഷത്തോടെ ചോദിക്കൂ. ജ്യോതിഷം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സയൻസ് സാർ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇറ്റ് ഈസ് സയൻസ്. അബ്സല്യൂട്ട്ലി നോട്ട്. അമ്മേ, ഒരു നാടക സംവിധായകനായി എന്നെ വെറും ഒരു ചാണം വാരൽ തൊഴിലാളിയായിട്ട് കാണരുത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാമോ? ജ്യോതിഷത്തിൽ നമ്മൾ ഉദാഹരണമായിട്ട് ഗ്രഹങ്ങൾ ഉപയോഗിക്കുന്നു, നക്ഷത്രങ്ങൾ ഉപയോഗിക്കുന്നു. എല്ലാ ഗ്രഹങ്ങളാണ്. സൂര്യൻ പോലും അതിൽ ഗ്രഹമാണ്. സൂര്യൻ ഗ്രഹമാണെന്ന് പറയുമ്പോൾ അത് സയൻസ് അല്ലല്ലോ. ഭൂമി കേന്ദ്രീകൃതമാണ്. ഭൂമിക്ക് ചുറ്റും ഇതിങ്ങനെ വരുന്നു എന്നാണ് അവർ പറയുക. അപ്പൊ ഭൂമി കേന്ദ്രീകൃതമായ ഒരു സിദ്ധാന്തം സയൻസ് അല്ലല്ലോ. അത് ഭൂമി അല്ലല്ലോ പ്രപഞ്ചത്തിന്റെ കേന്ദ്രം. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. എത്തീസത്തിൽ നിന്ന് ഒരിക്കലും വിശ്വാസത്തിലേക്ക് പോകാൻ പറ്റില്ല. പോവില്ല. ഇല്ല, കാരണം എത്തീസം ഈസ് ഓൺ ദ ബേസിസ് ഓഫ് എവിഡൻസ്. അല്ല സർ, ഏത്തിസ്റ്റ് ആയിട്ടിരുന്നവരും ഒരാളെ പറയാം, സിറ്റുവേഷൻ ഒരാളെ പറയാം. മനസ്സെത്തുന്നിടത്ത് കാലെത്തുന്നില്ല പട്ടാളക്കാരാ. പാവം. ഒരു ടീച്ചർ യൂണിവേഴ്സിറ്റി കോളേജ് എന്നോട് ചോദിച്ചു, രവി ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഈ രവിയുടെ അവസാന കാലഘട്ടത്തിൽ എന്റെ സീനിയർ ടീച്ചറായിരുന്നു പറഞ്ഞു, വല്ല ആശ്രമത്തിലോ അല്ല തൃപ്പൂണിത്തുറ ആശ്രമത്തിലോ ഒക്കെ കാണാം. കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. ഞാനൊരു സെലിബ്രിറ്റിയാണ്, അത് ഓർമ്മ വേണം. നിങ്ങളുടെ കപ്പാസിറ്റീസ് മുഴുവൻ ഇടിഞ്ഞിറങ്ങുകയാണ്. അപ്പൊ നിങ്ങൾ പല ഈ എന്താണ് പ്രാരംഭമായിട്ടുള്ള നിങ്ങൾ കുറെ ചോദനകളിലേക്ക് തിരിച്ചു പോകാം. ഈ ചട്ടിയും ചില്ലും ഒക്കെ അല്ലയോ, അത് തട്ടിയും പൊട്ടിയതൊക്കെ എനിക്ക് അത്രേ ഉള്ളൂ. അതൊന്നിന്റെ പ്രൂഫ് അല്ല, നിങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു പ്രൂഫ് മാത്രമാണ്. ഈ ചാക്കുട്ടിയോട് തട്ടിപ്പ് പരിപാടിയൊന്നും വേണ്ട. ചാക്കുട്ടി അറിഞ്ഞാൽ തൊട്ടിയാണ് തൊട്ടി. ഞാൻ അവരോട് അന്ന് ചോദിച്ച കാര്യം, ടീച്ചറെ ഈ 80 വയസ്സിൽ ക്യാൻസർ വരും എന്ന് പറഞ്ഞുകൊണ്ട് 8ാം വയസ്സിൽ കീമോതെറാപ്പി തുടങ്ങേണ്ട കാര്യമില്ലല്ലോ. എന്താ നിന്റെ ഉദ്ദേശം? നിങ്ങളൊരു ചങ്ങലയിലാണ്, ചങ്ങലയെ സ്നേഹിക്കുകയും ചങ്ങലയിൽ അഭിമാനിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലാണ്. ആ അവസ്ഥയിലേക്ക് ഒരു വ്യക്തി പോകുന്നത് ആ ചങ്ങലയുടെ മഹത്വമല്ല, ആ വ്യക്തിയുടെ പതനമാണ് ആക്ച്വലി. എനിക്ക് മടുത്തടാ, ഞാൻ എന്റെ ജീവൻ കൊടുക്കാൻ പോകും. അതിലും എനിക്ക് വലിയ പരാതി ഒന്നുമില്ല. ഇല്ല. ഏത് നേരത്താണാവോ തെളിവ് വന്നു കഴിഞ്ഞാൽ I will be the first person planet say, oh, there is God. അത് ന്യായം. He is working for me. I will be the first person. But I need evidence. പറ്റിക്കാൻ വേണ്ടി പറയണല്ലോ സാറേ, അല്ലേ സാറല്ലേ? പക്ഷെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ആരോട് ഇങ്ങനെയൊന്നും പറയരുതെന്ന് പറയണം സാർ. കുറെ വിശ്വാസങ്ങൾ കളഞ്ഞിട്ടാണ് വരുന്നത്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാം അതേപടി എടുക്കുന്നില്ല. പരിഷ്കരണം. ഈ നരബലി മാറ്റിയിട്ട് അജബലിയായി, അജബലം മാറ്റിയിട്ട് അടബലിയായി, അടയായപ്പം അറക്കുന്നത്. ഓഹോ, അങ്ങനെയാണല്ലേ? ഡിഗ്രി ജയിക്കുമ്പോ 5 കിലോ, PG ജയിക്കുമ്പോ ഇതിങ്ങനെ നമ്മൾ ദൈവത്തിന് ഇതൊന്നും വേണ്ട, അതൊക്കെ നമ്മുടെ തോന്നലുകളാണ്. ഇതെന്തും അറിമായും പറഞ്ഞു. ഇല്ല, വേണ്ടാത്ത ഒരാൾക്ക് ഒരു സാധനം കൊടുക്കുന്ന ക്രൂരതയല്ലേ?
ക്രൂരത എന്നല്ല, ദൈവം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഒരു വിശ്വാസമല്ലേ. ഇതൊക്കെ കൊടുത്തിട്ട് ഇന്നത്തെ കൈക്കൂലി കൊടുക്കണം. നിങ്ങൾ എന്താ ഇപ്പൊ മാറ്റി പറയണത്? മനുഷ്യരുടെ ജാതകമല്ലേ, മാറിക്കൊണ്ടിരിക്കുകയല്ലേ. ബീങ് എ ബിലീവർ, ദൈവത്തിന് പൈസ കൊടുക്കണം, ദൈവത്തിന് കൊണ്ടുപോയി 1000 രൂപ കൊടുക്കുക. അതിലല്ല നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. പാവങ്ങളായിട്ടുള്ളതും അതിനാവശ്യമുള്ളവർക്കും ആ പൈസ അവർക്ക് കൊടുത്താൽ അവരുടെ ഒരു നേരത്തെ മരുന്നിനുള്ളതായി ഒരു നേരത്തെ അവൻ കൊടുത്തപ്പോ ഇതുമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്തുന്നു പറയും ഞാൻ ഇത് ഗുരുവായൂർ കൊണ്ടുവന്ന് കൊടുക്കുന്നു, ഇത് എടുത്ത് അന്നദാനം നടത്തുന്നു. ഇത് നേരെ എന്തിനാ ഇവിടെ കൊണ്ട് കൊടുത്തിട്ട് അന്നദാനം നേരെ അന്നദാനത്തിലേക്ക് പോയപ്പോഴേ. സാറിന്റെ ആത്മാർത്ഥ സംശയിച്ച സ്ഥിതിക്ക് ജാനിന് കുടിക്കണതിൽ കാര്യമില്ലല്ലോ. എന്താ കൊച്ചുകുട്ടികളെ പോലെ പ്ലീസ്. ഇതൊക്കെ ഒരു വിശ്വാസമാണ്. എന്റെ ശരി, സാറിന്റെ ശരി, വിശ്വാസികളെല്ലാം അവരുടെ വിശ്വാസത്തിൽ പോവട്ടെ. I invite you. നമ്മൾ കരുതിയിരുന്ന പോലെ കുഴപ്പക്കാരനൊന്നല്ലേ. ഞാനിത് എത്ര കണ്ടതാ ഡൽഹിയില്. October 19. ദൈവമില്ല എന്ന് പറയുന്ന ആൾക്കാരുടെ സംശയിക്കണ്ട, എല്ലാം ഞാൻ തന്നെ. ഗബ്ബാർ കേശവൻ, വിവിധ രൂപങ്ങളിൽ വിവിധ ഭാവങ്ങളിൽ. കൊള്ളാം. സാറിന് എന്തെങ്കിലും എനിക്ക് പ്രൂവ് ചെയ്യാൻ, എനിക്ക് അറിഞ്ഞൂടാ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് ഒരു തിങ് ആയിട്ട് വന്ന് സാറിന് പ്രൂവ് ചെയ്ത് കാണിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. കാലിൽ എത്ര വിരലുണ്ട്? 4 5. ഞാൻ സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ്, ഒരു ബിലീവർ ആയിട്ട് നിൽക്കൂ, ആ ഒരു വിശ്വാസം, ആ ഒരു ശക്തി ഫീൽ ചെയ്യൂ എന്നുള്ളത്. ഞാനും ഇൻവൈറ്റ് ചെയ്യണു സാറിനെ. വേണ്ട, നീ നിർബന്ധിച്ച കമ്മീഷൻ സമ്മതിക്കും. എങ്ങനെ? എങ്ങോട്ട്? ദൈവത്തിന്റെ ലോകത്തിലേക്ക്. I told you that we share. I had the compartment. Yes. You are in. ഇതൊക്കെ ശ്രദ്ധിക്കണം. ഞാൻ ഇന്നും ഈ കമ്പാർട്ട്മെന്റിൽ നിൽക്കുന്നത് എന്തൊക്കെയോ ആ ഒരു ഫ്ലേവർ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എന്തേനു ഏവം പുലിയാണ് കേട്ടാ. പുലി എന്ന് പറഞ്ഞാ വെറും പുലിയല്ല, ഒരു സിംഹം. അത് സാറിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്, ആ ഒരു ഫീൽ അതൊന്ന് ഫീൽ ചെയ്യാനായിട്ട്. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? നമ്മള് ഫാരക്സ്, ഫോർ എക്സാമ്പിൾ, that's the time you give Farex to your babies. And now നിങ്ങൾ പറയുക Farex is wonderful. 40 വയസ്സ് 30 വയസ്സൊക്കെ ആയിട്ട് നിങ്ങൾ ഇനിയും ഫാരക്സ് തന്നെ കഴിച്ചുകൊണ്ടിരുന്നാൽ അത് നിങ്ങൾക്കെതിരെയുള്ള ഒരു കുറ്റപത്രമായിട്ട് മാത്രമേ ആളുകൾ കാണുള്ളൂ. എന്തരാണല്ലേ പോത്തിയവാരി? നീ പോടാ മോനെ ദിനേശ. കുറെ കൂടെ നെഞ്ചുറപ്പുള്ള ആരെയെങ്കിലും കിട്ടുമെങ്കിൽ വിളിച്ചു കൂടെ നിർത്ത്. ജഗന്നാഥന് നേർക്ക് നേരെ നിന്ന് തല്ലുന്ന ആണുങ്ങളോടാ ഇഷ്ടം. മനസ്സിലായോ കൊളപ്പുള്ളി? ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടാ.